ഈ മദ്യാസക്തിയിൽ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സൊസൈറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഉള്ള ചെറുപ്പക്കാർ ഇന്നലെ മിനിയാന്ന് എഴക്കാട് ഒരു പയ്യൻ മരിച്ചു, ആക്സിഡന്റ്. അവരാരെങ്കിലും അടുത്ത ബന്ധു ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചിട്ടാണ് മരിച്ചത്. അവൻ ഓണം ആഘോഷിച്ചിട്ട് കൂട്ടുകാരനൊപ്പം വന്ന് നേരെ ഇടിച്ചു ഡിവൈഡറിൽ. വേറെ വാഹനമൊന്നുമല്ല, തനിയെ ഡിവൈഡറിൽ ഇടിച്ചു. കുഞ്ഞിന്റെ 28 കഴിഞ്ഞിട്ട് ഏതാനും ദിവസമായിട്ടുള്ളൂ. 28 ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ അച്ഛനില്ലാത്തവനാക്കി മാറ്റുന്ന രീതിയിൽ നമ്മളുടെ ചെറുപ്പക്കാർ മാറിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത്. നമ്മൾ അവരെ അതിൽ നിന്ന് മാറ്റാനുള്ള, നിരുത്സാഹപ്പെടുത്താനുള്ള ചുമതലയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഒരു അടുത്ത ഇതേ ദിവസം വരുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ എന്നെ വിളിക്കുമെങ്കിലും അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയണം, ചില ചെറുപ്പക്കാരിലെങ്കിലും ഈ ദുശീലം മാറ്റാൻ അവരെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അത് ചെയ്യാനുള്ള ചെലവ് കണ്ടിട്ടെങ്കിലും അവരെ ഒന്ന് മാറ്റി ആ കുടുംബത്തിന് വേണ്ടിയിട്ട്, അച്ഛനും അമ്മയ്ക്കും കുറച്ചു കാലം ഇതിപ്പോ ഉണ്ടാവുള്ളൂ, ആ ഭാര്യയ്ക്കും ആ കുഞ്ഞിനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. 28 ദിവസം പ്രായമായ ഒരു കുഞ്ഞിന്റെ അവസ്ഥ. ഇതാണ് ഇന്നത്തെ ചെറുപ്പക്കാര്. എത്രത്തോളം എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലത്തെ ചടങ്ങ് നടത്തിയത് കൊണ്ടല്ല വേണ്ടത്. ഒരുത്തനെങ്കിലും മാറ്റാൻ കഴിഞ്ഞാൽ 100 പേര് ഇവിടെ ചേർന്ന് നിൽക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണെന്ന് ഞാൻ കരുതുന്നു. 36 വയസ്സിൽ മദ്യപിച്ചിട്ട് വഴി നടക്കുമ്പോ പാമ്പ് കടിച്ച് മരിച്ചതാണ് എൻ്റെ മുത്തശ്ശൻ. എൻ്റെ മുത്തശ്ശിക്ക് 36 വയസ്സാണ്. 12ഉം 10ഉം വയസ്സുള്ള 16 വയസ്സുള്ള 3 പെൺമക്കള്. അന്ന് എൻ്റെ മുത്തശ്ശന് 42 വയസ്സ് കോടതിയിൽ ജോലിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് മുത്തശ്ശിക്ക് കാവിലായിട്ട് കൂടെ ഞാനാ വളർന്നത്. 3 വയസ്സും 5 വയസ്സിലും ഒക്കെ എന്നെ മടിയിലിരുത്തിയിട്ട് മുത്തശ്ശന്റെ സുന്ദരമായ ഫോട്ടോ കാണിച്ചിട്ട് എൻ്റെ മുത്തശ്ശി പറയൂ എൻ്റെ അടുത്ത്, ആ ദുഷ്ടനാണ് ഞങ്ങളെ പെരുവഴിയിലാക്കിയത്. 36 വയസ്സുള്ള എൻ്റെ മുത്തശ്ശി വീടിന്റെ ഒരു സൈഡ് വാടകയ്ക്ക് കൊടുത്ത് മക്കളെ വളർത്തി എൻ്റെ അമ്മയെ ടീച്ചറാക്കി, മറ്റൊരു മകളെ നേഴ്സാക്കി മാറ്റി ജീവിച്ചതാണ് എൻ്റെ മുത്തശ്ശി. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ